ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വന്നാലോ? ഞങ്ങളുടെ റൂബി ദേ ഇവിടെ വാതിക്കെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടൊന്നും അവൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതേ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ നെറ്റിപ്പട്ട ഉണ്ടാക്കിയാണ്. ഇപ്പോഴത്തെ ഇരിക്കുന്ന നെറ്റിപ്പട്ട എൻ്റെതാണ്, ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അതാണെങ്കിൽ അതിൻ്റെ താഴത്തെ ആ നൂല് പോലെ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ദേവെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. ഇനി നമുക്ക് വേറെ വെക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെയിലി നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. അപ്പോൾ നമുക്കിന്ന് കുക്കിങ്ങിൽ നിന്ന് തുടങ്ങാം. രാവിലത്തെ ജോലിയൊക്കെ ഒരുമാതിരി ഒന്ന് ഒതുങ്ങി എന്ന് പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ പാത്രം വരെ കഴുകാൻ കിടക്കുമായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാനാണെങ്കിൽ മീൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മീൻ വരും, കിളിമീനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിപ്പോൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ സിറ്റ് ഔട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുക മീന് വേണ്ടിയിട്ട്. ഇപ്പം ഞാനാണെങ്കിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ മുഖമെല്ലാം അങ്ങ് മൊത്തത്തിൽ മങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചുണ്ടിൽ തൊലി പോകാനും നമ്മുടെ പെടലിയിലെല്ലാം നല്ല കറുപ്പ് കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമായിട്ടിരിക്കുവാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്കിതെല്ലാം നേരെയാകും എന്നുള്ള ചിന്തയിലും ഞാൻ ഇരിക്കുവാണേ. അപ്പം ഞാൻ കുറേ നേരമായിട്ടിരുന്നിട്ടും സംഭവം ഇങ്ങനെ എത്തിയില്ല. ഏകദേശം ഒരു 11:30 നമ്മൾ മീന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതേ മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കിളിമീൻ എന്ന് പറയും, ചിലയിടത്തിന് കിളിമീൻ എന്ന് പറയും, ചെങ്കലവ എന്ന് പറയും, പിന്നെ വേറെ ചുമന്ന മീൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഇവർ വെട്ടിക്കൊണ്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മീനൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടാണ് അവർ തരുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് അരി അടച്ചിടാനുണ്ടായിരുന്നു, അരിയൊക്കെ അടച്ചിട്ടു കേട്ടോ. എന്നിട്ട് മീൻ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഫ്രിഡ്ജിലൊന്നും ഞാൻ എടുത്ത് വെക്കാൻ പോയില്ല, കാരണം പെട്ടെന്ന് തന്നെ ഞാൻ കറി വെക്കാൻ പോവുകയാണേ. അപ്പം നമ്മൾ പാത്രം എല്ലാം കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാം കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ രാവിലെ ചപ്പാത്തി വിട്ടതെല്ലാം അവിടെ അതേപടി ഒട്ടിയൊക്കെ ഇരിക്കുമായിരുന്നു. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ മൊത്തം വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. ഈ നമ്മൾ എണ്ണയൊക്കെ തെറിച്ച് വീഴത്തില്ലേ, അപ്പം നമ്മുടെ ആ ടൈലിലൊക്കെ എണ്ണയൊക്കെ തെറിച്ച് വീണയൊക്കെ ഒന്ന് തുടച്ചെടുക്കുവാണേ. ഇന്നത്തെ ദിവസമാണെങ്കിൽ എനിക്ക് തീരെ വയ്യായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ, എല്ലാ ദിവസവും നമുക്ക് ഓക്കെ ആയിരിക്കത്തില്ല, ചില ദിവസങ്ങളിലൊക്കെ ഈ കിതപ്പ് അനുഭവപ്പെടത്തില്ലേ, ആ ഒരു അനുഭവപ്പെടലായിരുന്നു ഇന്ന്. അത് പോട്ടെ, എനിക്ക് വീഡിയോ എടുക്കണം, എനിക്ക് ജോലി ചെയ്യണം എന്ന് വിചാരിച്ചു. ഞാനിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുവാണ്. അല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ തന്നെ കിടക്കും. പിന്നെ നമ്മുടെ മനസ്സും ഒരു മരവിപ്പായിരിക്കും, ദേഷ്യമായിരിക്കും. അതുകൊണ്ട് ഞാനെല്ലാം എന്തെങ്കിലും ആകട്ടെ എന്നും പറഞ്ഞ് ഞാൻ കുറേശ്ശെ വെള്ളമൊക്കെ കുടിച്ച് എല്ലായിടവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഈ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ മൊത്തത്തിൽ നനഞ്ഞ് നാറിയിട്ടുണ്ട്. ദേവയാണെങ്കിലും മുറിയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് തന്നെ എൻ്റെ ജോലിയെല്ലാം പെട്ടെന്ന് തീർന്നു. അല്ലെങ്കിൽ ഓരോന്നും പിടിച്ചും എടുത്തും വെള്ളത്തിൽ കളിച്ചും ഒക്കെ എനിക്ക് അത്രയും സമയം പോയി കിട്ടും. അതുകൊണ്ട് ഇന്ന് മുറിയിലിരുന്ന് കളിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പാത്രം ഒന്നും കഴുകാതാണ് രാത്രിയിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. നമ്മുടെ അടുക്കളയാണെങ്കിൽ ഒന്ന് വൃത്തിയായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. അടുക്കള മാത്രമല്ല, നമ്മുടെ വീട് മുഴുവൻ വൃത്തിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. എല്ലായിടവും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആശ്വാസമായി. ഇനിയിപ്പോൾ നമുക്ക് മീൻ കറി വെച്ചാൽ മാത്രം മതിയല്ലോ. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. വിശന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 12 മണിയാകാറായി. നമുക്ക് 11:30 ആയപ്പോഴാണ് മീൻ കിട്ടിയത് തന്നെ. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ വെട്ടിയാലും മതി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ചു നേരം ഫാനൊക്കെ ഇട്ട് അവിടെ ഇരുന്നു കേട്ടോ. ഇനി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശന്ന് ഞാൻ ചത്തു പോകുമെന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റു. പിന്നെ മീനങ്ങ് വെട്ടാമെന്ന് വിചാരിച്ചു. മീൻ വെട്ടാനല്ല കേട്ടോ, കഴുകി എടുക്കാമെന്ന് വിചാരിച്ചാൽ ഓൾറെഡി അവർ കഴുകി വൃത്തിയാക്കി വെട്ടിയൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മുടേതായ ഒരു രീതിയിൽ നമ്മൾ കഴുകി വെക്കണ്ടേ. അപ്പം ഇതിൻ്റെ മീൻ കിളിമീൻ എന്നാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. 240 രൂപയായിരുന്നു കേട്ടോ. ഇത് 1 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. 1 കിലോയാണ് ഇതിൻ്റെ. അപ്പം ഈ മീനാണ് കണ്ടോ, കുഞ്ഞു മീനാണ്, ഒത്തിരി വലിയ കിളിമീനൊന്നും അല്ല, കുഞ്ഞു മീനായിരുന്നു. ഇതിനകത്ത് പകുതിയോളം ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി ഞാനാണെങ്കിൽ കറിയും വെച്ചു, വറുക്കുകയും ചെയ്തേ. അങ്ങനെ നമുക്കിനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഞാൻ കുറേ മീനെടുത്ത് വരഞ്ഞു വെച്ചു. നമ്മുടെ ഈ കിളിമീനാണെങ്കിൽ നമുക്ക് വരഞ്ഞ് വറുക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം വറുക്കുന്നതാണ് ടേസ്റ്റ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ കുറേ കൂടുതലെടുത്ത് വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മീനൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരയാനുള്ള പുറപ്പാടിലാണ്. ഈ സമയത്ത് ഞാൻ നല്ലപോലെ വെട്ടി വിയർക്കുന്നുണ്ട്. ഫാൻ ഇട്ടിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടാണ്. അങ്ങനെ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അവർ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കണം.
നമുക്ക് നമ്മൾ കാണുന്നില്ലല്ലോ അവരുടെ ക്ലീനിങ് ഒന്നും. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അവർ ചെയ്തുകൊണ്ട് തരുന്നത്. നമുക്കിപ്പോൾ മീൻ പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് വീട്ടിൽ കൊണ്ട് തരുമല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ല കാര്യമാണ്. നമുക്ക് എന്ത് മീൻ വേണമെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ട് തരും. ഇപ്പം ഇങ്ങനത്തെയൊക്കെ സമ്പ്രദായമുള്ള സ്ഥിതിക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. മീനാണെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് വീട്ടിൽ കൊണ്ട് തരുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം ഞാനാണെങ്കിൽ ആ മീനെല്ലാം ഒന്ന് വരഞ്ഞെടുക്കുവാണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ചൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് കുഴച്ചെടുക്കുവാണ് കേട്ടോ മീൻ. നമ്മൾ ഈ ഷോർട്ടിലും ലോങ്ങിനും വേണ്ടിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സമയം പോകും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും സമയം പോയി കിട്ടും. അതുകൊണ്ടാണ് ഒരു പ്രശ്നം. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും മാത്രം ഉപ്പും ഇട്ട് മാത്രം ഞാനാണെങ്കിൽ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വെച്ചു. കുറച്ച് നേരം, എനിക്ക് അധികം നേരം വെക്കാൻ ഉള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മീൻ വറുത്തെടുത്തു. അപ്പം ഈ പാത്രത്തിലാണെങ്കിൽ ഇതിൻ്റെ ആ നടുവിലത്തെ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വറക്കാനെടുത്തതാണ്. പിന്നെ നമ്മുടെ കറച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ സവാള ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ, വെളുത്തുള്ളി ഇടണേ. വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് കടുകും ഉലുവയൊന്നും ഇടാതെ നമ്മൾ പെട്ടെന്ന് തന്നെ, പണ്ടൊക്കെ കടുക് ഉലുവയൊക്കെ എപ്പോഴും ഇടുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ കടുക് ഉലുവയൊന്നും ഇടാറില്ല. അങ്ങനെ ഒന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഇത്ര ഇട്ടിട്ട് കുറച്ച് മാത്രം മസാലകളെ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് മസാലയാക്കി കറി കുളവാക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കി എടുക്കുവാണേ. എന്നും പറഞ്ഞ് കറി കൊള്ളത്തില്ലൊന്നും ഇല്ല കേട്ടോ, നല്ല കറിയാണേ. ഞാനാണെങ്കിൽ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരണ്ടേ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ പുളിയാണെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുവേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുളിയുടെ ചെറിയൊരു കവർപ്പ് ചൊവ കറിക്കകത്ത് വരും. അതുകൊണ്ട് നേരത്തെ തന്നെ വെള്ളത്തിൽ ഞാൻ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുളിയും ഇട്ടിട്ട് ലേശം ഉപ്പ് ഇട്ട് വെള്ളം ഒന്നുകൂടെ ഇച്ചിരി കൂടെ ഒഴിച്ചിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ മീനിട്ടത്. ഈ മീനാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീനിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ലേശം ഉപ്പുമൊക്കെ ഇട്ട് പിന്നെ ഞാൻ ദേവനെ കറിവേപ്പില പറിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പുറത്ത്. അപ്പോൾ അവിടുന്ന് ഞാൻ ആ കറിവേപ്പിലയും പറിച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ അതും കൂടെ കുറച്ചിട്ട് കൊടുത്തോട്ട്. കറിവേപ്പില ഇടുമ്പോഴല്ലേ മീൻ കറിക്ക് ടേസ്റ്റ് വരുന്നത്. പിന്നെ ഈ മീനാണെങ്കിൽ വറുത്തരച്ച് കറി വെക്കാനായിട്ട് നല്ല ടേസ്റ്റാണെന്ന് ചേട്ടൻ എന്നോടേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മേടിച്ചപ്പോഴേ പറഞ്ഞു വറുത്തരച്ച് കറി വെക്കണമെന്ന്. പക്ഷേ ഞാനാണെങ്കിൽ വറുത്തരയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം എനിക്ക് സമയമില്ല, എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കറി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ സാധാരണ നമ്മൾ മുളക് കറി വെക്കുന്നവരയച്ചോട്ടോ, ഇച്ചിരി മല്ലിപ്പൊടി കൂടുതലിട്ടണമെന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റായിരുന്നു, അടിപൊളി കറിയായിരുന്നു. അങ്ങനെ നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നു. കറി നന്നായിട്ട് വറ്റി വരട്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം കൂടെ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് ഇച്ചിരി തേങ്ങയും ഇച്ചിരി മോരും കൂടെ ഒഴിച്ച് ഒരു മോരുകറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. കാരണം മീൻകറി മാത്രമായിട്ട് എങ്ങനെ കഴിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി മോരുകറിയും കൂടെ ഉണ്ടാക്കി. അപ്പോൾ കറി ഇവിടെ വെന്ത് വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാം ഓഫ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ജോലി തീർന്നു, ഉച്ചക്കത്തെ ജോലി തീർന്നു എന്ന് പറയാം. വെള്ളമൊക്കെ നമ്മൾ നേരത്തെ രാവിലെ തന്നെ തിളപ്പിച്ച് വെക്കുന്നതുകൊണ്ട് പിന്നെ വെള്ളം തിളപ്പിക്കലൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഓടിപ്പോയി കുളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൂബയുടെ വിശന്നിരിക്കുമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോ പഴമൊക്കെ തിന്നുന്നതുകൊണ്ട് വലിയ വിശപ്പൊന്നും കാണത്തില്ല അവൾക്ക്. ഇവിടെ ഇരിക്കുന്ന പഴങ്ങളെല്ലാം തിന്നുന്ന അവളാണ് കേട്ടോ. ഇവിടെ ആർക്കും വേണ്ട പഴം, അപ്പോൾ അവളാണ് തിന്നുന്നത് പഴം. അതുകൊണ്ട് അവൾക്ക് വിശപ്പൊന്നും കാണത്തില്ല. ഞാനാണെങ്കിൽ അവൾക്ക് അവളുടെ ഫുഡ് കൊണ്ട് കൊടുക്കുവാണേ. അപ്പോൾ ഈ ട്രൂൾസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നല്ല വിലക്കുറവിൽ കിട്ടിയതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ അത് അവൾക്ക് കൊണ്ട് കൊടുക്കുവാണേ. അവൾ കൊണ്ട് കൊടുത്തിട്ടാണെങ്കിൽ അവൾക്ക് തിന്നാൻ വയ്യ. ഇനി ഉറക്കപ്പിച്ചായതുകൊണ്ടായിരുന്നു എന്നറിയത്തില്ല. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഉറങ്ങി അവളൊന്നും ഉഷാറായിട്ട് ഇന്ന് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അവൾക്ക് ഇത് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും അവൾ ഞങ്ങളുടെ അടുത്ത് മാറി നിൽക്കുവാണ്. പിന്നെ ഞാനവളുടെ കണ്ണിൽ ഒഴിക്കുന്ന മരുന്ന് ഒഴിച്ചു കൊടുത്തു. ഉച്ച സമയത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അവൾ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവൾ ഫുഡ് കഴിക്കത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അപ്പം അവൾ ഫുഡ് കഴിക്കും. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങ് അകത്ത് കയറി കേട്ടോ. പിന്നെ നമ്മൾ ആളൊന്നും വൃത്തിയാക്കി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് തൂത്തിട്ടത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവിടുത്തെ സെറ്റി കവറെല്ലാം ഒന്ന് റെഡിയാക്കി ഇട്ടു. കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്നു. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ഉച്ചയൂണ് കഴിക്കാമല്ലോ. വിശന്നിട്ട് വയ്യ എന്ന് ഇവിടെ ഒരാളും എൻ്റെ പുറകെ നടന്ന് പറയുന്നുണ്ട്.
എന്നാലും എൻ്റെ പുറകിൽ നിന്ന് മാറത്തൊന്നും ഇല്ല കേട്ടോ, എപ്പോഴും പുറകെ നടത്തമാണ്. ചില സമയത്താണെങ്കിൽ നമുക്ക് ദേഷ്യം വരും നമ്മൾ ഇങ്ങനെയും കൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് പരിപാടിയും കഴിഞ്ഞു കുറച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ശാരീരിക അവസ്ഥ കൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണേ. കാരണം ഒട്ടും വയ്യായികയായി, ഒരു കിതപ്പ് അനുഭവപ്പെടുന്നു. നിന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു തളർച്ച പോലെ. അങ്ങനെ ഞാനിവിടെ വീഡിയോ ക്ലോസ് ചെയ്യാൻ മതി നിർത്താമെന്ന് വിചാരിച്ചു, നിർത്തി കേട്ടോ. അപ്പം ഞങ്ങളിനി ഉച്ചയൂണൊക്കെ കഴിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.